കഴിഞ്ഞ വർഷത്തെ വേദന പറഞ്ഞല്ലോ, അസ്മാഉൽ ഹുസ്നയുടെ പവർ പറഞ്ഞല്ലോ, അത് വല്ലാത്ത പവറാണ്. അസ്മാഉൽ ഹുസ്ന റാത്തീബാണെങ്കിലോ വല്ലാത്ത പവറാണ് അസ്മാഉൽ ഹുസ്ന റാത്തീബ്. ഈ റാത്തീബ് ഏത് വിഷയത്തിനും ഒരാൾ നിയ്യത്ത് ചെയ്താൽ, ചൊല്ലിക്കാൻ നിയ്യത്ത് ചെയ്താൽ, സ്വന്തമായി ചൊല്ലിയാൽ അസ്മാഉൽ ഹുസ്ന പവറാണ്. അള്ളാഹുവിൻ്റെ 99 പേരുകൾ, 99 പേര് റബ്ബിനുള്ളതാ, അസ്മാഉൽ ഹുസ്ന എന്ന ഹദീസിൽ വന്നതാ. കാണാതൊരാൾ ചൊല്ലുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാമെന്നും ഹദീസിൽ ഉണ്ടിത്. 99 പേരുകൾ അതെന്നും നമ്മൾ ചൊല്ലുക. ആ അസ്മാഉൽ ഹുസ്ന മൻ ഹഫിളഹാ ദഖലൽ ജന്ന. ആരെങ്കിലും അസ്മാഉൽ ഹുസ്ന മനപ്പാടമാക്കിയാൽ, കഴിഞ്ഞ ആഴ്ച തൻ്റെ വാള് കേട്ട പലരും മാഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ തങ്ങൾ പറഞ്ഞ വാള് വലിയ സന്തോഷമായി, ഞങ്ങൾ ചൊല്ലാറുണ്ട്, മനസ്സ് ഹിഫ്ളുള്ളവരുണ്ട്. മൻ ഹഫിളഹാ ദഖലൽ ജന്ന. ഒരാൾ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ കടന്നുപോയി. ഖാല റസൂലുള്ളാഹി. കേരളത്തിലും കർണാടകയിലൊക്കെ ഞാൻ എൻ്റെ പ്രശ്നമൊക്കെ പറയാറുണ്ട്. അല്ല, അസ്മാഉൽ ഹുസ്ന റാത്തീബ് വല്ലാത്തൊരു പവറുള്ള റാത്തീബാണ്. റാത്തീബുകളുടെ കൂട്ടത്തിൽ രാജാവാണ് അസ്മാഉൽ ഹുസ്ന റാത്തീബ്. ഒരുപാട് മഹാന്മാർ ഇതിൻ്റെ വ്യത്യസ്ത ശൈലിയിൽ റാത്തീബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതെല്ലാം ജമ്മ് ചെയ്തുകൊണ്ട് അതിനെ എല്ലാം ഞാൻ ക്രോഡീകരിച്ചാണ് അസ്മാഉൽ ഹുസ്ന റാത്തീബ്. ഈ റാത്തീബ് ഏത് വിഷയങ്ങൾക്കും പരിഹാരം. അതാണ് ഞാൻ പറയുന്നത്. മക്കളില്ലാത്തവർക്ക്, മറ്റുള്ള ഏത് രോഗങ്ങൾക്കും അസ്മാഉൽ ഹുസ്ന റാത്തീബ് ചൊല്ലിക്കാൻ നേർച്ചയാക്കിയാൽ പവറാണ്. ഞാൻ വഴിക്കടവ് എന്ന സ്ഥലമുണ്ട്, അവിടെ നിന്ന് എൻ്റെ പ്രസംഗത്തിൽ ഞാനിത് പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സഹോദരി, ഒരു ഭാര്യയും ഭർത്താവ് എൻ്റെ അടുത്ത് വന്നു, തങ്ങളെ ഞങ്ങൾ വലിയ സങ്കടത്തിലാണ്. ചോദിച്ചു എന്താണ്? അവർ പറഞ്ഞു, 10 കൊല്ലത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഞങ്ങൾക്ക് മക്കളുണ്ടായിട്ടില്ല. മക്കളുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ നോക്കുന്ന ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കണക്ക് പ്രകാരം മക്കൾ ഉണ്ടാവില്ല എന്ന്. മാഷാ അല്ലാഹ്, അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞാൽ മോമിനീങ്ങൾ തളരാൻ പാടില്ല. നമ്മുടെ മുമ്പിൽ അസ്മാഉൽ ഹുസ്നയില്ലേ? ഞാനവരോട് പറഞ്ഞു, നിങ്ങൾ കുട്ടിയുണ്ടായാൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, മകളാവട്ടെ മകനാവട്ടെ, നിങ്ങൾക്ക് കുട്ടിയുണ്ടായാൽ അസ്മാഉൽ ഹുസ്ന നിങ്ങൾ റാത്തീബ് നിങ്ങൾ ചൊല്ലിക്കാൻ നേർച്ചയാക്കിക്കോ. അസ്മാഉൽ ഹുസ്ന റാത്തീബ് ചൊല്ലിക്കാൻ നേർച്ചയാക്കിക്കോളൂ, അള്ളാഹു അങ്ങ് തരും. അത് പവറാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പം തന്നെ നേർച്ചയാക്കാന്ന് പറഞ്ഞു. നേർച്ചയാക്കിയവര് മാഷാ അല്ലാഹ് എൻ്റെ അസ്മാഉൽ ഹുസ്ന റാത്തീബിൻ്റെ ഏട് ഞാൻ അവർക്ക് കൊടുത്തു. അവരെന്നും ചൊല്ലാറുണ്ട്. അൽഹംദുലില്ലാഹ്. ആ സഹോദരനെ വിളിക്കാണ് തങ്ങളെ, 1 മാസം കഴിഞ്ഞവനെ വിളിച്ചു പറയാണ് തങ്ങളെ ഭാര്യ ഗർഭിണിയാണ്. ഓരോ മാസവും വിളിക്കും. പിറ്റേത്തെ കൊല്ലം ഞാൻ അവിടെ ചെന്നപ്പോൾ, പരിപാടി കഴിഞ്ഞപ്പോൾ, അസ്മാഉൽ ഹുസ്ന റാത്തീബിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നല്ലൊരു മോനെ കൊടുത്തുപോയി. ആ മോനെയും എടുത്തുകൊണ്ട് എൻ്റെ മടിയിലേക്ക് കടത്തി തന്നിട്ട് പറയാണ് തങ്ങളെ, ഇത് അസ്മാഉൽ ഹുസ്നയുടെ മോനാണ്. 99 പേര് റബ്ബിനുള്ളതാ, അസ്മാഉൽ ഹുസ്ന എന്ന ഹദീസിൽ വന്നതാ. ഇത് ഈ വീട്ടിൽ വെച്ചുകൊണ്ട് ഞാനിത് വാല് പറയുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട്. ശൈഖുനാ ഖുതുബുൽ ആലം സിയം വലിയുല്ലാഹ് ബഹുമാനപ്പെട്ടവർ അസ്മാഉൽ ഹുസ്നക്ക് ഇജാസത്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് അസ്മാഉൽ ഹുസ്ന റാത്തീബിനും ഇജാസത്ത് കൊടുത്തിട്ടുണ്ട്. അത് വല്ലാത്ത പവറാണ്. മാഷാ അല്ലാഹ്. ഞാൻ ഓരോ ജില്ലയിലും ഇതിൻ്റെ 100 കണക്കിന് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ട്. വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ.
ചാവക്കാട് നിന്ന് ഞാനത് വയൽ പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. പിറ്റേന്ന് 11 മണിക്ക് ഒരാൾ എന്നെ വിളിക്കുന്നു, തങ്ങളെ ഇന്നത്തെ പരിപാടി തങ്ങളെ വയൽ കേട്ടു, ആ വയലിൽ തങ്ങൾ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം പറഞ്ഞൊക്കെ കേട്ടു, ഞങ്ങൾ വലിയ സങ്കടത്തിലാണെന്ന് ചോദിച്ചു. എന്താ പ്രശ്നം? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 9 വയസ്സുള്ളൊരു മോനുണ്ട്, ആ മോനെ വാൾവിന് ദ്വാരമാണ്, ഓട്ടയുണ്ട്. ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. അവസാനം ഓപ്പറേഷൻ നിർബന്ധമെന്ന് പറഞ്ഞു. എറണാകുളത്തേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് പോകണം. ഞങ്ങൾ വലിയ സങ്കടത്തിലാണ്, മാനസികവും ശാരീരികവും സാമ്പത്തികവും പ്രയാസത്തിലാണ്. തങ്ങളൊരു പരിഹാരം എന്ന് പറഞ്ഞോളൂ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന റാത്തീബ് ചൊല്ലിക്കാൻ നേർച്ചയാക്കിക്കോ. അത് പവറാണ്. ഈ റാത്തീബ് ഒരു 3/4 മണിക്കൂറെ ചെല്ലാനുള്ളൂ. എന്തോ ഒരു പവറാണ് ഉമ്മമാരെ. അനുഭവം തന്നെയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ എൻ്റെ അനുഭവങ്ങൾ 2-3 പങ്കുവെച്ചു. ഒരുപാട് അനുഭവം. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന റാത്തീബ് ചൊല്ലിക്കാൻ നേർച്ചയാക്കിയിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്. അവർ ഞങ്ങൾ ഇപ്പം തന്നെ നേർച്ചയാക്കി, ഞങ്ങളെ കുട്ടിക്ക് വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനെ ഓപ്പറേഷൻ പ്രകാരം ഡേറ്റ് പ്രകാരം അവരവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നു. ഡേറ്റ് പ്രകാരം അവിടെ ചെന്നു. അവിടുത്തെ ഡോക്ടർമാർ അവിടെ നിന്നൊരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു, ഓപ്പറേഷന് മുമ്പായിട്ട്. മാഷാ അല്ലാഹ്. അവിടെ നിന്ന് സ്കാൻ ചെയ്തു. ആദ്യം കിട്ടിയ റിപ്പോർട്ടിൽ വാൾവിന് ദ്വാരമുണ്ട്, ഓപ്പറേഷൻ നിർബന്ധം. രണ്ടാമത് അസ്മാഉൽ ഹുസ്ന റാത്തീബിൻ്റെ ബർക്കത്തിനാൽ രണ്ടാമത് അവിടെ നിന്ന് വന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്ന് നോക്കുന്ന സമയത്ത് കുട്ടിക്ക് അങ്ങനത്തെ രോഗം തന്നെയില്ല. 99 പേര് റബ്ബിനുള്ളതാ, അസ്മാഉൽ ഹുസ്ന എന്ന ഹദീസിൽ വന്നതാ. ഇതിനോട് അടുക്കും തോറും അതിൻ്റെ പവർ അറിയാം. എല്ലാ ദിവസവും നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കോ. റാത്തീബാകുമ്പോൾ ഒരു 3/4 മണിക്കൂർ ചെല്ലാനുണ്ടാകും. പവറാണ്, അനുഭവങ്ങളാണ്. രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ മാഷാ അല്ലാഹ്, കുട്ടിക്ക് രോഗമില്ല, നിങ്ങൾക്ക് പോകാം. ഡോക്ടർ പറയാം, ഓപ്പറേഷന് വേണ്ടി പോയവരോട് ഡോക്ടർ പറയാണ് കുട്ടിക്ക് അങ്ങനത്തെ രോഗം, ചെറിയൊരു ഗുളിയൊക്കെ എഴുതി കൊടുത്തു. മാഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന ഇതുപോലെ 100 എല്ലാം വിശദീകരിക്കാൻ സമയമില്ലല്ലോ നമുക്ക്. 100 സംഭവങ്ങളാണ് അസ്മാഉൽ ഹുസ്ന. റാത്തീബുമായി നമ്മൾ ഏതൊരു മഹാന്റെ ചാര ചെന്നാലും എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളാണ്. ഈ റാത്തീബുമായി നമ്മൾ ഏതൊരു മാൻ്റെ ചാര ചെന്നിട്ട് നല്ലൊരു വുളൂ ചെയ്ത, എന്നിട്ട് നമ്മൾ ശാന്തമായി ഈ അസ്മാഉൽ ഹുസ്ന റാത്തീബ് അങ്ങ് ചൊല്ലിയാൽ സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹി യാ റസ്സാഖു യാ അല്ലാഹ്, അങ്ങനെ ഈ റാത്തീബ് അങ്ങ് ചൊല്ലിയാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അത് ഉറപ്പുള്ള സംഭവമാണ്.